പ്രിയപ്പെട്ട കൂട്ടുകാരെ, അക്ഷരപൂജയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ബാല്യകാല സ്മരണകളുടെ കുറച്ച് ഭാഗം പരിചയപ്പെട്ടിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ തുടർച്ചയായ ഭാഗങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ കുട്ടിയോട് ഒരു കൽക്കത്തയിലെ വീടിൻ്റെ ഉമ്മറത്ത്, അതായത് മുകളിലെ വരാന്തയിൽ നിൽക്കുന്ന കുട്ടിയോട് വളരെ മോശമായി പെരുമാറിയ ഒരു സന്യാസിയുടെ കഥ പറഞ്ഞു നിർത്തിക്കൊണ്ടാണ് നമ്മൾ അന്ന് അവസാനിപ്പിച്ചത്. ആ സന്യാസിയെക്കുറിച്ച് വേലക്കാരി അവളുടെ അഭിപ്രായം ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ കുട്ടിയും വേലക്കാരിയും ഒക്കെ കൂടി ആ ഒരു പ്രശ്നം ഒത്തുതീർപ്പാക്കുന്ന രംഗങ്ങൾ തൊട്ടാണ് ഇന്ന് തുടങ്ങുന്നത്. അപ്പോൾ സന്യാസിയുടെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കി വീട്ടിലെ ആളുകൾ, അതായത് വീട്ടിലെ വേലക്കാർ അയാളെ കൈകാര്യം ചെയ്ത് പറഞ്ഞയക്കുന്നിടത്താണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത്. പിന്നെ കുറേ കുടുംബ കാര്യങ്ങളിലൂടെയും വീട്ടിൽ പുതിയ ഒരു അതിഥി പിറക്കുന്നതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഇനി ഉള്ള ഭാഗങ്ങളിലാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അതും കേട്ടോണ്ട് നിങ്ങൾ മടങ്ങിയല്ലേ? ചെപ്പിക്ക് ഒറ്റടി കൊടുക്കായിരുന്നില്ലേ? നിങ്ങളൊരാണാ? വേലക്കാരി ക്ഷുഭിതയായി കാണപ്പെട്ടു. തിന്ന ചോറിന്റെ നന്ദില്ലേ ഞങ്ങൾക്ക്? അവൾ തുടർന്നു. തരണ്ടിട്ടില്ലാത്ത ഈ കുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവന്റെ ചെപ്പിക്ക് 2 കൊടുത്തില്ലല്ലോ. ഞാൻ പറയാം അമ്മയോട്, ഞാൻ പറയാം അമ്മാനോട്. കുട്ടി നിങ്ങൾ സന്യാസിയുടെ കയ്യാങ്കളി നോക്കി നിന്നിട്ടല്ലേ അത് കണ്ടത്? വേറെ ഒന്നും നോക്കിക്കാണല്ലേ ഈ കൽക്കത്തയില്? വെപ്പുകാരൻ ഗർജിച്ചു. പിന്നീട് ആ കഥ കുഞ്ഞാത്തുവിന് കിട്ടി. കുഞ്ഞാത്തുവിൽ നിന്ന് അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഡ്രൈവർമാർക്ക് കിട്ടി. അലാവുദ്ദീൻ എന്ന ഡ്രൈവർ ഒരു ശനിയാഴ്ച ദിവസം 3 മണിക്ക് സന്യാസിയെ കോപത്തോടെ ചവിട്ടി. അന്ന് ദേഹരക്ഷയ്ക്കായി എൽജിൻ റോഡിലേക്ക് ഓടിയ ആ പ്രാകൃതൻ പിന്നീട് അവിടെ എങ്ങും പ്രത്യക്ഷപ്പെട്ടതേയില്ല. കുംഭമേള കഴിഞ്ഞ് മടങ്ങിയത് അത്രേ, വെപ്പുകാരൻ ഒരു ദിവസം പറഞ്ഞു. ആര്? ഞാൻ ചോദിച്ചു. കല്ല് കാണിച്ചില്ലേ, മുണ്ട് പൊക്കിയില്ലേ ഒരു കോസായി? അയാള് കുംഭമേള കണ്ട് വരണ വരവാർന്നു. കുംഭമേള എന്ന് വെച്ചാൽ എന്താ? ലോകത്തിലുള്ള ജനമൊക്കെ എത്തും കുംഭമേള കാണാന്. സന്യാസികളുടെ ഒരു കെട്ടിമറിച്ചിലല്ലേ പിന്നെ അവിടെ നടക്കുക. ഒരു കെട്ടിമറിച്ചില് പാമ്പിനെയും തലയിൽ ചുറ്റിയിട്ടാ ചിലവരൊക്കെ വരിക. നമ്പ്യാര് പോയിട്ടുണ്ടാ കുംഭമേളക്ക്? ഞാൻ പോയിട്ടില്ലേ, ഞാൻ സന്യാസിയല്ലല്ലോ. ഇക്ക് പാമ്പും വേണ്ട, ഭസ്മവും വേണ്ട, ഒന്നും വേണ്ട. ഒരു ഭാഗത്ത് സോയീരായിട്ട് ജീവിച്ചാൽ മതി. കല്ലു പൊക്കോട്ടെ കുംഭമേള കാണാൻ. കല്ലൂനല്ലേ സന്യാസികളോട് കമ്പം? കല്ലു കരച്ചിൽ തുടങ്ങി. പരിഹസിക്കപ്പെടുമ്പോഴൊക്കെ തേങ്ങിക്കരയുവാനും അതുവഴി ക്ഷമാപണങ്ങൾ നേടിയെടുക്കാനും അവൾ മിടുക്കിയായിരുന്നു. 10ഓ 15ഓ തവണ അവളോട് മാപ്പ് ചോദിക്കേണ്ടി വന്ന നമ്പ്യാർ ഒടുവിൽ അവളെ വിവാഹം ചെയ്തു. പിന്നീട് അവളെ എത്ര വേദനിപ്പിച്ചാലും നമ്പ്യാർക്ക് മാപ്പ് ചോദിക്കേണ്ടി വന്നില്ല. എനിക്ക് 8 വയസ്സും 8 മാസവും പ്രായമായപ്പോൾ എൻ്റെ അമ്മ മറ്റൊരു പെൺകുട്ടിയെ പ്രസവിച്ചു. പ്രസവകാലം അടുത്താൽ മിഡ്വൈഫിനെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്ന ഏർപ്പാട് അന്ന് നിലവിലുണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ അമ്മ നടക്കുന്നിടത്തെല്ലാം മിഡ്വൈഫും സഖിയായി കാണപ്പെട്ടു. അവർ ഒരു സുറിയാനി ക്രിസ്ത്യാനിയായിരുന്നു. അവരെ നാലപ്പാട്ടുള്ളവർ നേഴ്സ് എന്നും നൈസ് എന്നും വിളിച്ചു. സാധാരണയായി ആഘോഷിച്ചു പോന്ന ജാതി മത വ്യത്യാസങ്ങളെല്ലാം അവർ പ്രസവകാലത്ത് സൗകര്യം നോക്കി പാടെ വിസ്മരിച്ചു. നേഴ്സിന് നാലപ്പാട്ടെ താമസം ഇഷ്ടമായിരുന്നു. സംസാരിച്ചു തുടങ്ങിയാൽ ധാരാളം ശ്രോതാക്കൾ. കിടപ്പും സുഖകരം തന്നെ. ഇച്ചിരി മീൻകറിയും കൂടിയും കിട്ടിയ കുശാലായി, അവർ വേലക്കാരോട് പറഞ്ഞു. സസ്യഭോജനം കഴിക്കുന്ന മാംസബുക്കുകളായ വേലക്കാർ സഹതാപത്തോടെ കുലുങ്ങിച്ചിരിച്ചു. ഒടുവിൽ വള്ളി ഒരു കൗശലം കണ്ടെത്തി. നാലപ്പാട്ട് ഉച്ചഭക്ഷണം 1 മണിയാവുമ്പോഴേക്കും കഴിഞ്ഞിരിക്കും. അതിനുശേഷം വെറ്റില മുറുക്കാനെന്നും പറഞ്ഞ് നേഴ്സ് മാമ്പുള്ളി വീട്ടിലേക്ക് ചെല്ലണം. നാലപ്പാട്ടുള്ളവർ ഇടിച്ച പുകയിലയും വെറ്റിലയും അടക്കയും തരാതെയല്ല, പക്ഷേ
നാടൻ പുകയില വേണമെന്നു ശടിച്ച് നൈസ് തൻ്റെ നടത്തത്തിന് വേഗത കൂട്ടണം. അവിടെ ഉമ്മറത്ത് പലകയിട്ട് ഇരുന്ന് ഒന്നാന്തരം നെടിയരിച്ചോറും കൊടംപുളി ചേർത്ത് വെച്ച മത്തിക്കറിയും കഴിക്കുകയും ചെയ്യാം. മത്സ്യത്തിൻ്റെ മണം വായിൽ നിന്നു പോവാനായി നാടൻ പുകയില കൂട്ടി മുറുക്കാം. ഇത്തരം കുറുക്കുവിദ്യകൾ എന്നെ രസിപ്പിച്ചു. ശരീരത്തിൻ്റെ മേൽഭാഗം സ്ഥൂലിച്ചും അരക്കെട്ടിനു കീഴിൽ മെലിഞ്ഞും കാണപ്പെട്ട ആ സ്ത്രീ കഞ്ഞിപ്പശയുള്ള സാരിയും ധരിച്ച് ശീലക്കുടയും ചൂടി തെക്കുപടിഞ്ഞാട്ട് നടക്കുമ്പോൾ ഞാനും അവരെ കുളം വരെ അനുഗമിച്ചു. അവർ വാ നിറച്ചു ഭക്ഷിക്കുന്നതും വെറ്റില മുറുക്കി ചെടിപ്പടർപ്പിലേക്ക് തുപ്പുന്നതും നോക്കി നിൽക്കുവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. അവരുടെ ഉറക്കെയുള്ള പൊട്ടിച്ചിരിയും ഞാൻ ഇഷ്ടപ്പെട്ടു. പ്രസവം അടുത്തുവെന്ന് എല്ലാവർക്കും ബോധ്യമായാൽ ഗർഭിണിക്ക് ആവണക്കെണ്ണ കൊടുക്കുന്ന ഒരു സമ്പ്രദായം അന്ന് നടപ്പിലുണ്ടായിരുന്നു. നല്ല നക്ഷത്രമായ ഒരു ദിവസം തിരഞ്ഞെടുത്ത് അതിൻ്റെ തലേന്നാൾ വയറിളക്കും. മിക്കവാറും ആ വയറിളക്കത്തിൻ്റെ പിറ്റേ ദിവസം ഗർഭിണി പ്രസവിക്കുകയും ചെയ്യും. വൃശ്ചികമാസം ഉത്രാടം നാൾ പുലർന്നപ്പോൾ അമ്മയ്ക്ക് ആവണക്കെണ്ണ കുടിക്കേണ്ടി വന്നു. തിരുവോണത്തിനോ അവിട്ടത്തിനോ പ്രസവം നടക്കുമെന്ന് മുത്തശ്ശി പ്രസ്താവിക്കുകയും ചെയ്തു. പ്രസവിച്ചത് പൂരൂരുട്ടാതി നാളിലാണ്. രാത്രി സമയത്ത് ഒരു ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഉണർന്നപ്പോൾ വരാന്തയിൽ നല്ല വെളിച്ചം. നടുവിലത്തെ മുറിയിൽ നിന്നും അടക്കി പിടിച്ച സംസാരം. എഴുന്നേറ്റു പോയി അവിടെ നടക്കുന്നത് എന്താണെന്ന് അന്വേഷിക്കുവാൻ എനിക്ക് സങ്കോചം തോന്നി. രാത്രി സമയം പ്രായപൂർത്തി കഴിഞ്ഞവർക്ക് മാത്രം എടുത്തു കൈകാര്യം ചെയ്യേണ്ട കാലമാണെന്ന് എനിക്കറിയാമായിരുന്നു. നേഴ്സിൻ്റെ സ്വരമാണ് ഏറ്റവും സ്പഷ്ടമായി ഞാൻ കേട്ടത്. അവർ പറഞ്ഞു, മുക്കുന്നേയ്, ഒന്നുകൂടി മുക്കൂ. എനിക്ക് ചിരി വന്നു. ചിരി അടക്കാനായി ഞാൻ തലേണ കടിച്ചു. വീണ്ടും ഞാൻ ഉറങ്ങിപ്പോയി. കമലേ, കമലേ, എണീക്ക് എന്ന് അമ്മമ്മ വിളിക്കുമ്പോഴാണ് ഞാൻ പിന്നീട് ഉണർന്നത്. ജനലിനപ്പുറം ആകാശം വെളുത്തു കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് അമ്മമ്മ എന്നെ വിളിച്ചുണർത്തിയതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. കമലയ്ക്ക് അനിയത്തിയെ കാണണ്ടേ? അമ്മമ്മ ചോദിച്ചു. അനിയത്തി വന്നു. വിഷുക്കണി കാണാൻ ആനയിക്കപ്പെട്ടവളെ പോലെ പകുതി അടഞ്ഞ മിഴികളോടെ ഞാൻ നടുവിലെ മുറിയിലേക്കു ചെന്നു. അവിടെയുള്ള കട്ടിലിൽ അമ്മ ചെരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. നീലത്ത് ഒരു മെത്തപ്പായ് വിരിച്ച് അതിൽ തുടുത്ത ഒരു ശിശു കിടന്നിരുന്നു. അതിൻ്റെ മുറിച്ച പൊക്കിൾക്കുടിയുടെ അഗ്രത്ത് ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. മുറിയിലാകെ ഡെറ്റോളിൻ്റെ മണം കെട്ടി നിന്നിരുന്നു. അനിയത്തിക്കുട്ടിയെ തൊട്ടു നോക്കണ്ടേ? അമ്മമ്മ ചോദിച്ചു. ഇപ്പോൾ വേണ്ട, കമലയ്ക്ക് പിടിച്ചില്ലേ? ഞാൻ തല കുലുക്കി. ഈ കുട്ടി എപ്പോഴാ വലുതാവുക? എൻ്റെ ഒന്നിച്ച് എപ്പോഴാ കളിക്കാൻ വരിക? അമ്മമ്മ ചിരിച്ചു. കമലയുടെ ഒന്നിച്ച് കളിക്കാൻ വരില്ല. ഈ കുട്ടി വലുതാവുമ്പോഴേക്കും കമല കളി നിർത്തും. പിന്നെ എന്തിനാ അമ്മ ഇതിനെ പ്രസവിച്ചത്? ഭ്രാന്ത് പറയരുത് കമലേ, പോയി പല്ല് തേച്ച് പഠിച്ചോളോ. അന്ന് പ്രാതൽ കഴിക്കുമ്പോൾ ജ്യേഷ്ഠൻ പറഞ്ഞു, എൻ്റെ പോക്കറ്റിലിടാ ആ കുട്ടിയെ, അത്ര ചെറുതാ. ഞാൻ പോക്കറ്റിൽ ഇട്ട് നോക്കട്ടെ. പോക്കറ്റിലൊന്നും കൊള്ളില്ല, സ്കൂൾ ബാഗിലിടാം. എന്തായി, അണ്ണാർക്കണ്ണനെ പിടിച്ച് അണക്കാന്ന് പറഞ്ഞിട്ട് എത്ര കാലായി പറയണു, ഇതുവരെ പിടിച്ചിട്ടില്ലല്ലോ. ഒരു അണ്ണാരക്കണ്ണനെ മെരുക്കിയെടുത്ത് തൻ്റെ സന്തത സഹചാരിയാക്കുവാൻ എൻ്റെ ജ്യേഷ്ഠൻ ആഗ്രഹിച്ചു. അതിനായി കാർഡ്ബോർഡിൻ്റെ പെട്ടികളിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുകയും എലിക്കണികൾ തേടുകയും അന്ന് ജ്യേഷ്ഠൻ്റെ ദിനചര്യയിൽ ഒഴിച്ചുകൂടാത്ത ഉത്തരവാദിത്തങ്ങളായിരുന്നു. അണ്ണാരക്കണ്ണൻ്റെ ഭാഷ തനിക്ക് പരിചിതമാണെന്നും ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു. വിഡൽസ്, മാരാത്തട്ടിലെ അനിയൻ പറഞ്ഞു. അനിയനെ വിശ്വസിപ്പിക്കുവാൻ ആ നാട്ടിൽ ആർക്കും കഴിവുണ്ടായിരുന്നില്ല. രവീന്ദ്രനാഥ ടാഗോർ മരിച്ചുവെന്ന് പറഞ്ഞപ്പോഴും അനിയൻ അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര വിലാപജാഥ ഞാൻ വീട്ടിൻ്റെ ജനലിൽ കൂടി കണ്ടതായിരുന്നു. എന്നിട്ടും അനിയൻ പറഞ്ഞു, പോടോ ആമിയെ, ഇതൊക്കെ താൻ്റെ വിഡൽസാണ്. അന്ന് നാട്ടിൽ 2 വർഗക്കാരുണ്ടായിരുന്നു. സത്യത്തെ അസത്യമായി കണക്കാക്കുന്നവരും അസത്യത്തെ സത്യമായി കരുതുന്നവരും. 2 വർഗവും വ്യാമോഹക്കണിയിൽ കുടുങ്ങിയവർ.
പ്രസവത്തിന് ശേഷം ഒരാഴ്ചക്കാലം നേഴ്സ് നാലപ്പാട്ട് തന്നെ താമസിച്ചു. അവർക്ക് സാരി, ചെരുപ്പ്, തോൽസഞ്ചി മുതലായ സാധനങ്ങൾ അമ്മയും അമ്മമ്മയും സമ്മാനിച്ചു. അമ്മയെ കുളിയിൽ സഹായിക്കുവാൻ അവരും ഉണ്ണിമായമ്മയും താല്പര്യം പ്രകടിപ്പിച്ചു. പക്ഷേ അമ്മ അവരെ കുളിമുറിയിലേക്ക് കടത്തിയില്ല. കുറച്ചു നേരം ഞാൻ എണ്ണ തേച്ച് തിരുമ്മി തരാം, ഉണ്ണിമായമ്മ പറഞ്ഞു. ഞാൻ തന്നെ കുളിച്ചോളാം, അമ്മ പറഞ്ഞു. അമ്മ കുളിക്കുമ്പോൾ കുളിമുറിക്ക് പുറത്ത് കിഴക്കേ കോലായിൽ ചുവരും ചാരിക്കൊണ്ട് നേഴ്സും ഉണ്ണിമായമ്മയും ഇരുന്നു. അവരുടെ സംസാരം കേൾക്കാൻ ഞാനും ഇരുന്നു. ഇതൊക്കെ ഇംഗ്ലീഷ് വേറാ, ഉണ്ണിമായമ്മ പറഞ്ഞു. ശരിക്കുള്ള രക്ഷ ചെയ്താൽ കാണാൻ 4 കണ്ണും വേണ്ടിവരും. ആദ്യം കുറച്ച് ധാന്വന്തരം തേക്കുക, പിന്നെ പച്ചമഞ്ഞൾ അരച്ച് തേക്കുക, അരമണിക്കൂർ തേച്ച് തിരുമ്മുക, പിന്നെ ചെറുപയർ തേച്ച് മെഴുക്കിളക്കുക, തെച്ചിയുടെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. ചൊകന്നിരിക്കും. പിന്നെ വെള്ളുള്ളി ലേഹ്യം കഴിക്കണം, ഉലുവാപ്പൊടിയും. ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ ഒന്നും കൂട്ടാക്കില്ലാലോ. ഇപ്പോൾ രക്ഷ ചെയ്തില്ലെങ്കിൽ ശരീരം പടക്കാവും. പറഞ്ഞിട്ടെന്താ, കൂട്ടാക്കണ്ടേ? ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചോളൂ, ടോണിക്ക. അപ്പോൾ ആരാ ലേഹ്യോ ഉലുവപ്പൊടി സേവിക്കുക? വേണ്ട മരുന്നൊക്കെ കൽക്കത്തേന്ന് VN നായർ അയച്ചോളും. കൽക്കത്തയിൽ എന്ത് മരുന്ന? ഇവിടെ കിട്ടാത്ത മരുന്നും ഉണ്ടോ? കഴിഞ്ഞ കൊല്ലം ഞാനൊരു പേരെടുക്കാൻ പോയപ്പോൾ അവിടെ 3 മരുന്നാ കഴിക്കണ്. വിശപ്പുണ്ടാവാ ഒരു ലേഹ്യം, ദഹിക്കാ ഒരു ലേഹ്യം, ദേഹം നന്നാവാ 3ാമതൊരു ലേഹ്യം. എന്നിട്ടോ പെറ്റ് എണീറ്റപ്പോൾ എന്താ നിറം? പുത്തൻ പവൻ പോലെ. തടിയോ ഒന്നും പറയണ്ട. അമ്പലത്തേക്ക് പോകുമ്പോൾ കണ്ണ് പറ്റൂലോ എന്ന് ഞാൻ പേടിച്ചു കേട്ടോ. അത്രയ്ക്ക് ശോഭ. ദേവസ്ത്രീകളുടെ എന്തേ? നേഴ്സ് തൻ്റെ അനാകർഷകങ്ങളായ കൈകൾ സൂക്ഷ്മദൃഷ്ടിയോടെ പരിശോധിച്ചു. മൊളിഞ്ഞടക്കണോ? ഇവിടെ നല്ല എള്ളാട്ടിയ എണ്ണ ഉണ്ടാവുമോ? എനിക്കൊന്ന് തേച്ച് വിളിക്കണം. എൻ്റെ കൂടെ കുളപ്പുരയ്ക്ക് പോന്നോളോ നേഴ്സേ? ഞാൻ പുറം തേച്ച് തരാം. ഉണ്ണിമായമ്മ കുറേ പ്രസവം കണ്ടിട്ടുണ്ടാവൂല്ലേ? ഞാൻ കാണാത്ത വേറ് നാട്ടിൽ നടന്നിട്ടില്ല. അതാ സത്യം. താണജാതിക്കാരുടെ കുടിയിൽ കയറില്ല, നായന്മാരുടെ വീട്ടിൽ പോവാ, നമ്പൂരാരുടെ. ഇന്നെ കണ്ടില്ലെങ്കിൽ അപ്പോത്തിക്കിരി ചോദിക്കും, ഇല്ലേ അല്ല ഉണ്ണിമായമ്മ എവിടെയെന്ന്? നിങ്ങൾ സഹായിക്കാൻ ഉണ്ടായ കരുത്താണ്. അയാൾ പറയുക. ആള് തമാശക്കാരനാ. പക്ഷെ ചിലപ്പോൾ പറയും, തള്ളയാ വേണ്ട കുട്ടിയാ വേണ്ട, രണ്ടാലൊന്ന് നിശ്ചയിക്ക്, ഒന്നിനെ രക്ഷപ്പെടുത്താൻ ഇന്നെ കൊണ്ട് വയ്ക്കൂന്ന്. അപ്പം തുടങ്ങൂ നെഞ്ഞത്തടി നെലോളി. അപ്പോത്തിക്കിരുടെ കാല് പിടിച്ചു തുടങ്ങും. 2 ആളും രക്ഷിക്കണേന്നും പറഞ്ഞ് ഒരു കിടത്താം. ചിലപ്പോൾ 2 ആളെയും രക്ഷിക്കും, ചിലപ്പോൾ കുട്ടിയെ മുറിച്ചെടുക്കും. അത് കാണാൻ വയ്യാട്ടോ. ആൺകുട്ടിയാച്ചാ കുഞ്ഞേ ചുക്കുമണി ഉണ്ടാവും. അതൊക്കെ കത്തിയോണ്ട് കൊത്തി എല്ലാം കൂടി ഒരു ചോര പ്രളയം. എനിക്ക് ചിലപ്പോൾ അതൊക്കെ കാണുമ്പോൾ തലതിരിച്ചിൽ വരും. പക്ഷെ ഇരിക്കാൻ പാങ്ങില്ലല്ലോ. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കളി അല്ല നൈസേ? നേഴ്സ് തല കുലുക്കി. എന്താ ചോരപ്രളയം? ചോര എവിടുന്നാ വരണത്? ഞാൻ ഉണ്ണിമായമ്മയോട് പരിഭ്രാന്തിയോടെ ചോദിച്ചു. ഭയം കാരണം എൻ്റെ കാൽമുട്ടുകൾ വിറച്ചു. അല്ല, ഈ കുട്ടി ഇവിടെ നിന്ന് ഇതൊക്കെ കേട്ടുവോ? കൊച്ചോമ്മ ചീത്ത പറയൂലോ എൻ്റെ ഗുരുവായൂരപ്പ. പോയി കളിച്ചാട്ട കുട്ടിയെ. വലിയൊരു വർത്താനം പറഞ്ഞോടത്ത് പതിഞ്ഞ് നിൽക്കാണ്ടേ. കുട്ടിക്ക് ഉമ്മർത്ത് പോയി വല്ലതും കളിച്ചൂടെ? കുട്ടറെ ഏട്ടനെ കണ്ടുപഠിക്കണം. എത്ര നല്ല കുട്ടിയാ. എപ്പോൾ നോക്കിയാലും പുസ്തകം വായിക്കന്നെ, ഇല്ലെങ്കിൽ കാണാം എഴുതണ്. ഈ കുട്ടിയുടെ സ്വഭാവം എന്താ എങ്ങനെയായത്? പെണ്ണുങ്ങൾ പേറിനെ പറ്റി വർത്താനം പറഞ്ഞാൽ അതും കേട്ടോണ്ട് കുത്തിയിരിക്കും. പോയി കളിച്ചാട്ടെ. കുട്ടിയോട് വർത്താനം പറയാക്കിയ സമയമല്ല, എനിക്ക് വേറെ പണിയുണ്ട്. ഞങ്ങൾ കൽക്കത്തയിൽ നിന്ന് വന്നെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കണം. വേലക്കാരിയുടെ പേരിൽ ഒരു പാഴ്സൽ തപാലിലെത്തിയപ്പോൾ എത്രയോ അധികം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. അന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ തപാൽ ശിപായി ഉണ്ടായിരുന്നതായി എനിക്ക് ഓർമ്മയില്ല. പോസ്റ്റ് മാസ്റ്ററുടെ ഭൃത്യനായ റപ്പായി എന്ന പയ്യനായിരുന്നു നാലപ്പാട്ടേക്ക് സന്ധ്യയാവുന്ന വേളയിൽ കത്തുകളും വാരികകളും മറ്റും കൊണ്ടുവന്നിരുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം തെക്കിനിയിലെ കിഴക്കേ തൂണിനു കീഴിൽ സ്ഥിരം സ്ഥാപിതമായ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഉറക്കെ വായിക്കാറുണ്ടായിരുന്നു. ഞാനും എൻ്റെ ജ്യേഷ്ഠനും അമ്മമ്മയും മുത്തശ്ശിമാരും അവരുടെ ശ്രോതാക്കളായിരുന്നു.
പൊറ്റക്കാട്ടിൻ്റെയോ ഉറൂബിൻ്റെയോ ചെറുകഥകൾ പ്രസിദ്ധപ്പെടുത്തുമ്പോൾ നാലപ്പാട്ടെ തെക്കിനിയിൽ എല്ലാവരും ശ്വാസം വിടാതെ കഥയുടെ അന്ത്യത്തിനെ പറ്റിയുള്ള ഉത്കണ്ഠയോടെ തരിച്ചിരിക്കാറുണ്ടായിരുന്നു. തേളുകളുടെ ഒരു പ്രേമകഥ ആരോ ഒരിക്കൽ എഴുതിയിരുന്നു. ശ്രീ മാധവന്റെ ചിത്രങ്ങൾ അതിനു മാറ്റുകൂട്ടി. അത് എനിക്കും ജ്യേഷ്ഠനും വളരെയധികം ഇഷ്ടപ്പെട്ടു. മുത്തശ്ശിമാർക്ക് അത്ര കണ്ട് രുചിച്ചില്ല. പ്രേമകഥകൾ തങ്ങൾക്കു തീരെ രുചിക്കുന്നില്ല എന്ന അഭിനയം അവർക്ക് സ്വതസിദ്ധമായിരുന്നു. പരിശുദ്ധ പ്രേമം, എനിക്ക് ആർക്കണു ഇത് കേട്ടിട്ട്, അമ്മമ്മ പലപ്പോഴും നീരസത്തോടെ പറയാറുണ്ടായിരുന്നു. നല്ല തറവാട്ടിലെ സ്ത്രീകൾക്ക് പ്രേമത്തോട് അവജ്ഞയാണ് അനുഭവപ്പെടേണ്ടത് എന്ന് നാലപ്പാട്ടെ സ്ത്രീകൾ വിശ്വസിച്ചു. ഒരു സന്ധ്യയ്ക്ക് റപ്പായി വന്നപ്പോൾ അയാളുടെ കൈവശം ഒരു പാഴ്സലുണ്ടായിരുന്നു. കോറ തുണി കൊണ്ട് പൊതിഞ്ഞ് 3 ഭാഗത്ത് അരക്ക് സീല് കുത്തിയ ഒരു പൊതി. മേൽവിലാസക്കാരി ഞങ്ങളുടെ വേലക്കാരിയായിരുന്നു. അവളുടെ പേര് വായിച്ചപ്പോൾ അമ്മാമൻ പറഞ്ഞു, ഇവിടെ ആ പേരുള്ള ആരുമില്ല. അമ്മമ്മ തെക്കിനിയിൽ നിന്ന് തൻ്റെ തല പുറത്തേക്ക് കാണിച്ചു. ഉണ്ട്, ഇവിടെ നിൽക്കണ ബാല്യക്കാരിയാ. ഭംഗി വന്നെടുക്കണോ? ഭംഗി കൽക്കത്തേന്ന് ഒപ്പിട്ട് വാങ്ങണം, അല്ലെങ്കിൽ തള്ളവിരലിൽ മഷി തേച്ചിട്ട് കയ്യൊപ്പ് വെച്ചാൽ മതി, റപ്പായി വിളിച്ചു പറഞ്ഞു. വേലക്കാരി വടക്കിനിയിലിരുന്ന് വളപ്പൊട്ടുകൾ തീയിൽ കാട്ടി വളയ്ക്കുകയായിരുന്നു. അവൾ ഈ ബഹളം കേട്ടപ്പോൾ തേങ്ങിക്കരഞ്ഞു തുടങ്ങി. അവള് ഉമ്മർത്തേക്ക് വരില്ല, കുട്ടൻ ഒപ്പിട്ട് വാങ്ങിയാൽ മതി, അമ്മാമൻ്റെ അമ്മ പറഞ്ഞു. അമ്മമ്മയുടെ മുഖം ചുവക്കുന്നത് ഞാൻ കണ്ടു. അവർ പാഴ്സലിൻ്റെ ചരട് കറിക്കത്തി കൊണ്ട് മുറിച്ചു. 2 അലക്കിയ കസവുമുണ്ടുകൾ നിലത്തു വീണു. കൽക്കത്തയിലെ പാചകക്കാരൻ്റെ ഒരു കത്തും. നിനക്ക് എന്തിനാ അയാളും ഉണ്ടായിക്കണ? അമ്മ ചോദിച്ചു. വേലക്കാരി വടക്കിനിയുടെ വാതിൽ കടന്നയുടനെ കാണുന്ന ഇരുട്ടുമൂലയിൽ പഴുക്കാൻ വെച്ച ചക്കകൾക്കിടയിൽ ഒളിച്ചു. എന്തിനാ അയാൾ നിനക്കും ഉണ്ടായിക്കണ്? അമ്മമ്മ വീണ്ടും ചോദിച്ചു. എനിക്കറിയില്ല, വേലക്കാരി പറഞ്ഞു. നാളെ തന്നെ ഇതങ്ങട്ട് മടക്കാൻ പോവുകയാണ്, അമ്മമ്മ പറഞ്ഞു. പാചകക്കാരൻ്റെ കത്ത് മുഴുവനും വായിക്കാതെ തന്നെ അമ്മമ്മ ചുരുട്ടി അടുപ്പിലിട്ടു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ പുന്നക്കാവിലെ ഭഗവതിയാണ് സത്യം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, വേലക്കാരി പറഞ്ഞു. പെണ്ണിനെ അവളുടെ വീട്ടിലേക്ക് മടക്കി അയക്കുകയാണ് നല്ലത് എന്ന് മുത്തശ്ശിമാർ പറഞ്ഞു. അവളുടെ നെഞ്ഞത്തടിയും കരച്ചിലും കാരണം ആ തീരുമാനം നടപ്പിലാക്കിയില്ല. വേലക്കാരി അന്നു മുതൽ പശ്ചാത്തപിക്കുന്ന മഗ്ദലന മറിയത്തെ പോലെ പെരുമാറി തുടങ്ങി. അമ്പലച്ചിറയിൽ മറ്റു പെൺകുട്ടികളുടെ കൂടെ കുളിക്കുവാൻ പോകാതെയായി. എല്ലായ്പ്പോഴും ഒരു ദുഃഖഭാവത്തോടെ എൻ്റെ അനുജത്തിയെ മടിയിൽ വെച്ച് ശൂന്യതയിലേക്ക് നോക്കിക്കൊണ്ട് ഇരിപ്പു തുടങ്ങി. ഇനി ഞാൻ കൽക്കത്തയിൽ പൂവില്ല കുട്ടിയെ, അവൾ എന്നോട് പറഞ്ഞു. അതെന്താ കാരണം? കാരണമുണ്ട്, പക്ഷേ കുട്ടികളോട് പറയാൻ വയ്യ. ഒരു ദിവസം അവൾ അമ്മയോട് തന്നെ ശല്യപ്പെടുത്തുന്ന ഒരു ജന്മിയുടെ കഥ പറഞ്ഞു. താൻ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ അവളുടെ വീട് കത്തിച്ചു കളയുമെന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയത്രേ. എന്താ അയാൾക്ക് വേണ്ടത്? ഞാൻ ചോദിച്ചു. എനിക്കത് പറയാൻ വയ്യ, കുട്ടികളോട് എനിക്ക് അതൊന്നും പറയാൻ വയ്യ. അമ്മമ്മയോട് അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചപ്പോൾ അവർ ക്ഷുഭിതയായി. സത്ത്, ഇവളെ എന്നേ പറഞ്ഞയക്കേണ്ടതായിരുന്നു, കുട്ടിയോള് വളരുന്നുണ്ടെന്ന് ഓർക്കണ്ടേ. ഒരു ദിവസം ഉച്ച തിരിഞ്ഞപ്പോൾ വേലക്കാരിയെ അന്വേഷിച്ച് അവളുടെ അമ്മ നാലപ്പാട്ട് വന്നു. പൊന്നാനിയിൽ നിന്നും ബന്ധുക്കൾ വന്നിരിക്കുന്നുവെന്നും അതിനാൽ അവളെ തൽക്കാലം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുവെന്നും അവർ പറഞ്ഞു. നാളെ മടക്കിക്കൊണ്ടുവരാം. അന്ന് സന്ധ്യയ്ക്ക് എൻ്റെ അമ്മമ്മ വെപ്പുകാരനെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. കുട്ടി കരയണമെന്ന് പറയ്, വേഗം വരട്ടെ. വെപ്പുകാരൻ മടങ്ങിയെത്തിയപ്പോൾ ഞങ്ങളുടെ അത്താഴം കഴിഞ്ഞിരുന്നു. അയാൾ കിഴക്കേ കോലായിൽ റാന്തൽ വെച്ച് പെട്ടെന്ന് അവിടെ ഇരുന്നു. ഇക്ക് ഇനി ഈ പണി വയ്യ വല്യമ്മേ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ വീട്ടിലേക്ക് ഇന്നെ അയക്കരുത്, ആകെ മാനം കെട്ടു. എന്തേപ്പം ഉണ്ടായത്? ഞാൻ അവിടെ ചെന്നപ്പോൾ അകത്തുനിന്ന് ഒരാൾ കുരയ്ക്കണു. എന്താ അപ്പോ? ഒന്ന് എത്തിച്ചു നോക്കി. ആരാന്നാ വല്യമ്മ വിചാരിക്കണ്? മതി മതി, ഇനി ഒന്നും പറയണ്ട. കിളിവാതിലിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയപ്പോൾ മൂപ്പര് എന്നെയും കണ്ടു. ഞാനങ്ങട്ട് ഇല്ലാതെയായി. ഈ പെണ്ണിനെ ഇനി ഇവിടെ കയറ്റരുത് കേട്ടോ,
ഇവിടെ കുട്ടികളുള്ളതല്ലേ വല്യമ്മേ, ഓള് കുട്ടികളെ കേടുവരുത്തു. വെപ്പുകാരൻ അന്ന് രാത്രി ഊണ് കഴിച്ചില്ല. എൻ്റെ അനിയൻ സുന്ദരനെ പഠിപ്പിക്കുവാനായി ഒരു മംഗലാപുരത്തുകാരൻ വൃദ്ധൻ ഞങ്ങളുടെ കൽക്കത്തയിലെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അയാളെ വെപ്പുകാരനും മറ്റും സായിപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. ഞങ്ങൾ അയാളെ വയറൻ മാഷ് എന്നും വിളിച്ചു. അയാളുടെ വയറ് ഒരു ഭൂലോകം പോലെ വലുതായി ഞങ്ങൾക്ക് തോന്നി. അതിന് എതിരായി ഇരിക്കുമ്പോൾ അതിൽ നിന്ന് ഇടിവെട്ടുന്ന ശബ്ദവും കടലിൻ്റെ ഇരമ്പവും കിളികളുടെ കരച്ചിലും ഞങ്ങൾ കേട്ടു. ഞങ്ങൾ ചിരിച്ചു. പക്ഷേ ഒരിക്കലും സുന്ദരൻ ചിരിക്കാൻ ധൈര്യപ്പെട്ടില്ല. അവൻ വിളർത്ത മുഖത്തോടെ ഇരുന്നു. വയറൻ മാസ്റ്റർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. ഇംഗ്ലീഷുകാരെ ഇന്ത്യയിൽ നിന്നു പറഞ്ഞയച്ചാൽ ഹിന്ദുക്കൾ എല്ലാവരും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമെന്നും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളുടെ കുതന്ത്രങ്ങളുടെ ഫലമായി ഉണ്ടായ ഒരു സംഘടനയാണെന്നും മാസ്റ്റർ പ്രസ്താവിച്ചു. ഞാനാണ് ബ്രിട്ടീഷ് രാജാവെങ്കിൽ ഇവരെ എല്ലാവരെയും തോക്കെടുത്ത് വെടിവെക്കും. രാജ്യദ്രോഹികളെ കൊല്ലുകയല്ലാതെ എന്തു ചെയ്യും? സുന്ദരൻ ഭീതി നിഴലിക്കുന്ന കണ്ണുകളോടെ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ നോക്കിക്കൊണ്ട് ഇരുന്നു. അപ്പോഴാണ് വെപ്പുകാരൻ ഒരു ട്രേയിൽ ചൂട് ചായയും പലഹാരങ്ങളുമായി അവിടെ എത്തിയത്. മാസ്റ്റർക്ക് ഇഷ്ടപ്പെടുന്ന പലഹാരമൊന്നുമല്ല ഇവയൊക്കെ. വട, സുഖിയൻ, ഇതെല്ലാം നാടൻ പലഹാരങ്ങൾ മാത്രം. മാസ്റ്റർക്ക് കേക്ക് തരേണ്ടതാണ്, പക്ഷേ കേക്ക് ഇവിടെ ഉണ്ടാക്കാറില്ല. കേക്കിൽ കോഴിമുട്ട ചേർക്കണമല്ലോ, വെപ്പുകാരൻ പറഞ്ഞു. നാടൻ പലഹാരങ്ങൾ മതി, എനിക്ക് നാടൻ പലഹാരങ്ങളും കഴിക്കണമല്ലോ. കേക്ക് തിന്നും അടുത്തു. എൻ്റെ വീട്ടിൽ എല്ലായ്പ്പോഴും കേക്ക് ഉണ്ടായിരിക്കും, പലതരം കേക്കുകൾ. മാസ്റ്റർ ഓരോന്നെടുത്തു തിന്നുന്നതിനിടയിൽ വെപ്പുകാരനും അതേ പിഞ്ഞാണത്തിൽ നിന്നും പലഹാരം എടുത്തു തിന്നു. അത് നോക്കി നിൽക്കുന്ന ഞങ്ങൾ ചിരിച്ചു. സുന്ദരൻ്റെ മുഖം കൂടുതൽ വിളറി. ഇവരെന്താണ് എപ്പോഴും ചിരിക്കുന്നത്? ഇവർക്ക് പെരുമാറ്റത്തിൻ്റെ മര്യാദകൾ തീരെ അറിയില്ല എന്ന് തോന്നുന്നു. മാസ്റ്റർ പിറുപിറുത്തു. വെപ്പുകാരൻ്റെ മുഖം ചെന്താമര പോലെ വികസിച്ചു. ശരിയാണ് സായിപ്പേ, ഇവർ നാട്ടിൻപുറത്ത് വളർന്നു. കാട്ടാളന്മാരെ പോലെയാണ് പെരുമാറ്റത്തിൽ. പൊന്നയൂർക്കുള എന്ന് സായിപ്പ് കേട്ടിട്ടുണ്ടോ? ഒരു കുഗ്രാമം. അവിടെയാണ് ഇവർ വളർന്നത്. ഇനി സായിപ്പ് പഠിപ്പിച്ചു കൊടുത്താൽ പരിഷ്കാരം പഠിക്കും. സായിപ്പ് ഇവരുടെ കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കണം. ഇവരെ പഠിപ്പിക്കാനല്ല ഞാൻ വരുന്നത്, ശ്യാം സുന്ദറിനെ പഠിപ്പിക്കാനാണ്. 40 രൂപയ്ക്ക് എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാമെന്ന് ഞാൻ ഏറ്റു. ശ്യാം സുന്ദർ മര്യാദക്കാരനാണ്. വെപ്പുകാരൻ ഞങ്ങളെ ആക്ഷേപിക്കുന്നതിനെ പറ്റി ഞാൻ അമ്മയോട് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്കും അയാളെ ഗുണദോഷിക്കുവാൻ ധൈര്യമുണ്ടായില്ല. ക്രിസ്മസ് ദിവസത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ പലരും അച്ഛന് ഭക്ഷ്യപദാർത്ഥങ്ങൾ നിറച്ച് കുട്ടകൾ സമ്മാനിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും മദ്യക്കുപ്പികളും ആ സമ്മാനങ്ങളിൽ പെടുമായിരുന്നു. അച്ഛൻ ആ കുപ്പികളെടുത്ത് സുന്ദരൻ്റെ മാസ്റ്റർക്ക് കൊടുത്തു. വെപ്പുകാരനും മദ്യത്തിൽ താല്പര്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് ഒരിക്കൽ ഒരു വിസ്കി കുപ്പി തുറന്ന് മദ്യം ഒഴിച്ചു മാറ്റി അതിൽ വെറും കുരുമുളക് രസം നിറച്ച് അയാൾ കുട്ടയിൽ തന്നെ നിക്ഷേപിച്ചു. വയറൻ മാസ്റ്റർ ആ ചതി തൻ്റെ വീട്ടിൽ എത്തിയതിനു ശേഷമാണ് മനസ്സിലായത്. പിറ്റേ ദിവസം അയാൾ പറഞ്ഞു, പാവം മിസ്റ്റർ നായർ, അദ്ദേഹത്തിന് തന്നെ ചിലർ ചതിക്കുന്നുവെന്ന് കൂടി മനസ്സിലാവുന്നില്ല. വിസ്കി എന്ന് പറഞ്ഞ് കുരുമുളക് വെള്ളം കുപ്പിയിൽ നിറച്ചു കൊടുക്കുന്നു. സീല് പൊട്ടിക്കണ്ടപ്പോൾ എനിക്ക് സംശയമുണ്ടായി. വെപ്പുകാരൻ വടയും ചായയും മേശപ്പുറത്ത് കൊണ്ടുവന്നു വെച്ചപ്പോൾ മാസ്റ്റർ അയാളുടെ മുഖത്തേക്ക് കണ്ണോടിച്ചു. കലങ്ങിയ കണ്ണുകൾ, ചുണ്ടുകൾ ഒരു വികൃതി ചിരിയാൽ വക്രിച്ചിരിക്കുന്നു. വെപ്പുകാരൻ തന്നെ വഞ്ചിച്ചുവെന്ന് മാസ്റ്റർക്ക് മനസ്സിലായി. തൻ്റെ വായ് തുറക്കൂ, മാസ്റ്റർ പറഞ്ഞു. വെപ്പുകാരൻ വീണ്ടും ചിരിച്ചു. മണമുണ്ട്, മാസ്റ്റർ പറഞ്ഞു. അന്ന് അച്ഛനെ കണ്ട് 2 മിനിറ്റ് നേരം മാസ്റ്റർ ഒരു രഹസ്യ സംഭാഷണം നടത്തി. സന്ധ്യനേരത്ത് അടുക്കളയുടെ ചവിട്ടുപടിമേൽ ബീഡി വലിച്ചുകൊണ്ട് വിശ്രമിക്കുമ്പോൾ വെപ്പുകാരൻ എന്നോട് പറഞ്ഞു, ഈ പീറ സായിപ്പ് ഏഷണി പറഞ്ഞിട്ട് ഇൻ്റെ ജോലി കളയിക്കുന്നാ തോന്നണ്. കുട്ടിയുടെ അച്ഛന് എവിടുന്ന് കിട്ടി ഇങ്ങനെ ഒരു കറമ്പ സായിപ്പിനെ? ഇയാൾ പഠിപ്പിച്ചിട്ട് ആ കുട്ടി നന്നാവാൻ പോണില്ല, അത് തീർച്ചയാ. അയാളുടെ അകവും പുറവും കറുപ്പ ദുഷ്ടൻ. 40 ഉറുപ്പ്യ അത്ര ശമ്പളം. 40 ഉറുപ്പ്യ കൊടുത്താൽ വെളുത്ത സായിപ്പിനെ തന്നെ കിട്ടൂലോ കുട്ടികളെ പഠിപ്പിക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ മണിപ്പൂരി പഠിപ്പിക്കാൻ ബ്രജഭാഷി എന്ന ഗുരുവും
ഹിന്ദി പഠിപ്പിക്കാൻ മിശ്രയും വീട്ടിൽ വന്നു തുടങ്ങിയത്. സൽക്കാരമുറിയിലെ പരവതാനി ചുരുട്ടി മാറ്റിയാണ് ഞാൻ നൃത്തം പഠിച്ചത്. ഭക്ഷണമുറിയിലേക്ക് വാതിൽ അടച്ചിരിക്കും. എന്നാലും കോപിഷ്ഠനായ വയറൻ മാഷ് ഇടയ്ക്കിടെ വാതിലിന്മേൽ തൻ്റെ വടി കൊണ്ട് 10-12 തവണ അടിച്ചു വിളിച്ചു പറഞ്ഞു, "നിർത്ത് ഈ ശബ്ദകോലാഹലം. ശ്യാം സുന്ദറിന് പരീക്ഷയാണ് അടുത്ത മാസത്തിൽ. ഈ കുട്ടി തോൽക്കണമെന്ന് നിർബന്ധമുണ്ടോ?" ഡാൻസ് മാസ്റ്റർ ചിരിച്ചു. "അനുജനെ പഠിപ്പിക്കുന്ന വൃദ്ധന് ഭ്രാന്തുണ്ടോ?" അയാൾ എന്നോട് ചോദിച്ചു. "അറിയില്ല. നൃത്തത്തിലും സംഗീതത്തിലും താല്പര്യമില്ലാത്ത അരസികൻ, തനി മൃഗം." ഡാൻസ് മാസ്റ്റർ വെപ്പുകാരൻ സമ്മാനിച്ച പലഹാരങ്ങളെ പുകഴ്ത്തി. തൻ്റെ വെറ്റില, പുകയില മുതലായവ അയാളുമായി സന്തോഷത്തോടെ പങ്കിടുകയും ചെയ്തു. "ഈ ചട്ടക്കാരെ വീട്ടിൽ കയറ്റുന്നത് അപകടമാണ്. കുട്ടികളുടെ സംസ്കാരം അലങ്കോലപ്പെടുത്തും. ആ പാവം കുട്ടി ശ്യാം സുന്ദർ 1 വർഷം ആ ചട്ടക്കാരൻ്റെ ശിക്ഷണത്തിലിരുന്നാൽ തനി ചട്ടക്കാരനായി മാറും. പിന്നെ കക്കൂസിൽ പോയാലും വെള്ളം ഉപയോഗിക്കില്ല." ഡാൻസ് മാസ്റ്റർ പറഞ്ഞു. "നാം ഹിന്ദുക്കളാണ്. നമുക്ക് വെള്ളമില്ലാതെ ഒരു ദിവസം ജീവിക്കാൻ വയ്യ." വെപ്പുകാരൻ പറഞ്ഞു. "നിങ്ങൾ ബ്രാഹ്മണനല്ലേ?" ബ്രജഭാഷി ചോദിച്ചു. "അല്ല, നായരാണ്." വെപ്പുകാരൻ പറഞ്ഞു. "എന്നാൽ കായസ്ഥനായിരിക്കണം. അതിലും താഴാൻ വയ്യ. കാഴ്ചയിൽ തന്നെ ഉയർന്ന ജാതിയാണെന്ന് മനസ്സിലാവും." 2 മാസ്റ്റർമാരും പോയി കഴിഞ്ഞ ശേഷം സന്ധ്യയുടെ ആദ്യ താരകം ആകാശത്തിലെത്തുമ്പോഴാണ് ഹിന്ദി മാസ്റ്റർ പ്രവേശിക്കുക. ലജ്ജാവിവശനായി സ്വന്തം പാദുകങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് അയാൾ ഭക്ഷണമുറിയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കാൽവിരലുകൾ ടിക് ടിക് എന്ന ഒരു ശബ്ദമുണ്ടാക്കും. ആരോ അവയെ മടക്കി പൊട്ടിക്കുന്നത് പോലെ. അയാൾക്കും വെപ്പുകാരൻ പലഹാരങ്ങൾ സമ്മാനിച്ചു. വെപ്പുകാരനുമായി സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല മിശ്ര. വെപ്പുകാരൻ്റെ ഹിന്ദുസ്ഥാനി വളരെ മോശമാണെന്ന് മാസ്റ്റർ എന്നോട് പറഞ്ഞു. വ്യാകരണം മാത്രമല്ല, ഉച്ചാരണവും ഏറ്റവും വികലമാക്കുന്നു അയാളെന്നും. കമല അയാളുമായി ഹിന്ദിയിൽ സംസാരിക്കരുത്. "ഇല്ല സർ, ഹിന്ദിയിൽ എന്നല്ല, ഒരു ഭാഷയിലും അയാളുമായി അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. വേലക്കാരെ വേലക്കാരായി തന്നെ കരുതണം." "ശരി സർ." ഹിന്ദി മാസ്റ്ററുടെ ശത്രുതാഭാവം വെപ്പുകാരനെ അന്താളിപ്പിച്ചു. "ഇയാൾക്കെന്താ ഇന്നെ കണ്ട മുഖം കറക്കണത്? മൂറ് കണ്ട എപ്പോഴും കുറുക്കൻ കുശിട്ടതുപോലെ. എവിടുന്ന് കിട്ടി ഇങ്ങനൊരു ഹിന്ദി മാഷെ?" "ബസറ മിശ്ര. പേര് കേട്ടാൽ തന്നെ ശ്രദ്ധിക്കാൻ തോന്നും." "നിങ്ങൾക്ക് അയാളെ കണ്ട് കുനിട്ടാ?" വേലക്കാരി പറഞ്ഞു. "എനിക്ക് കുനിട്ടാ അയാളെ കണ്ടിട്ടാ." വെപ്പുകാരൻ്റെ മുഖം കോപം കൊണ്ട് ജ്വലിച്ചു. "അയാൾ ഇന്നെ നോക്കണത് നിങ്ങൾക്ക് പിടിക്കണില്ല." "ആ, അതേപ്പോ നന്നായത്. ഏതോ പട്ടുകാട്ടുന്ന് വന്നിട്ടുള്ള ഒരു വാര്യക്കാരി ആരാണ്ട് നോക്കിച്ചിട്ട് ഇക്കെന്തിനാ കുനിട്ട്? നോക്കിക്കോട്ടെ, വേണമെങ്കിൽ സംബന്ധം ചെയ്തോട്ടെ, ഇക്കെന്താ ചെയ്തോ?" അന്ന് വേലക്കാരി കുറച്ചു നേരം കരഞ്ഞു. പക്ഷെ അവളെ സാന്ത്വനപ്പെടുത്തുവാൻ വെപ്പുകാരൻ തുനിഞ്ഞില്ല. അയാൾ ഒരു കെട്ടു ബീഡി വലിച്ചു തീർത്തു. ഊണിൻ്റെ നേരമാവുമ്പോഴേക്കും. അന്നൊക്കെ കൃത്യം 9 മണിക്ക് അച്ഛനും അമ്മയും കോണിപ്പടികൾ ഇറങ്ങി അത്താഴം കഴിക്കുവാൻ വന്നെത്തുമായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന തപാലിൽ ഡെയിലി മിറർ എന്ന ബ്രിട്ടീഷ് മഞ്ഞപ്പത്രവും അമേരിക്കൻ വാരികയായ സാറ്റർഡേ ഈവനിംഗ് പോസ്റ്റും വന്നെത്തുന്ന കാലം. മിറർ ബുദ്ധിജീവികൾക്ക് പറ്റിയതല്ലാത്തതുകൊണ്ട് ഞാൻ മാത്രമേ വായിച്ചിരുന്നുള്ളൂ. അതിൽ പട്ടാളക്കാരെ ഉത്സാഹഭരിതരാക്കുവാൻ വേണ്ടി ജെയിൻ എന്ന് ശീർഷകമുള്ള ഒരു ചിത്രകഥ എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കപ്പെടാറുണ്ടായിരുന്നു. ലാവണ്യവതിയായ ജെയിൻ മറവി കാരണമാവാം വസ്ത്രങ്ങൾ അണിയാതെ പല സ്ഥലങ്ങളിലും പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. വിശേഷിച്ചൊരു പ്ലോട്ടുമില്ലാത്ത കഥ. അവളുടെ കൊഴുത്ത സുന്ദരമായ ശരീരം തന്നെ പ്ലോട്ട്. യുദ്ധം ചെയ്യുമ്പോഴും പട്ടാളക്കാർ ജെയിൻ എന്ന തരുണിയെപ്പറ്റി ഓർത്തുകൊണ്ടിരുന്നു. യുദ്ധം ജയിച്ചതിൻ്റെ ഏക കാരണം ജെയിൻ ആയിരുന്നെന്ന് ചിലർ പിന്നീട് പ്രസ്താവിച്ചതായി ഞാൻ വായിച്ചു. പോസ്റ്റ് എന്ന വാരികയിൽ ചെറുകഥകളും ടഗ് ബോട്ട് ആനി മുതലായ തുടർക്കഥകളും സുലഭമായിരുന്നു. നാലപ്പാട്ട് താമസിക്കുമ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് എൻ്റെ ജീവിതത്തിലുണ്ടായ പ്രാധാന്യം തന്നെ കൽക്കത്തയിൽ വെച്ച് ആ അമേരിക്കൻ വാരിക സമ്പാദിച്ചെടുത്തു. തപാൽ ശിപ്പായിയെ കാത്തു നിൽക്കുന്ന എനിക്ക് ആ വാരിക ഒരമൂല്യ നിധിയായി തീർന്നു.
നോർമൻ റോക്ക്വെൽ എന്ന ചിത്രകാരൻ വരച്ച മുഖചിത്രങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുടുംബസങ്കല്പത്തിൻ്റെ മനോഹാരിതകൾ അയാൾ പ്രദർശിപ്പിച്ചു. അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, മുത്തശ്ശി, ആൺകുട്ടി, പെൺകുട്ടി, ശിശു, പട്ടി, പൂച്ച, കുതിര, തത്ത ഇവരെയെല്ലാം അയാൾ ചിലപ്പോൾ ഒരേ ചിത്രത്തിൽ നിരത്തിവെച്ചു. അമേരിക്കൻ കുടുംബത്തിൻ്റെ ശക്തിയും ഭദ്രതയും വെളിപ്പെടുത്തുവാനാണ് അയാൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അമേരിക്കൻ കുടുംബങ്ങൾ ലൈംഗിക അരാജകത്വം നിമിത്തം തകർന്നു തരിപ്പണമാവുകയാണെന്ന് അന്നൊന്നും ആരും പറഞ്ഞിരുന്നില്ല. ലൈംഗിക അരാജകത്വത്തെപ്പറ്റി വിരൂപന്മാരും വിരൂപികളും ചർച്ച ചെയ്തിരുന്നില്ല. അമേരിക്കക്കാരും ഇംഗ്ലീഷുകാരും ജപ്പാൻകാരും ജർമ്മൻകാരും ഇന്ത്യക്കാരും എല്ലാവരും തന്നെ ഒരു കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ വിശ്വസിച്ചു. അന്ന് രാഷ്ട്രീയം എനിക്ക് അപരിചിതമായിരുന്നു, രാഷ്ട്രീയത്തിൻ്റെ സംഹാര പ്രവണതയും. ഞങ്ങളുടെ അയൽക്കാരുടെ അതിഥികളായി വന്ന അമേരിക്കൻ കുട്ടികൾ ഞങ്ങളോടൊത്ത് കളിച്ചു. ഭക്ഷണ രീതികളിൽ മാത്രമേ അവർ ഞങ്ങളിൽ നിന്ന് വ്യത്യസ്തരായി കാണപ്പെട്ടുള്ളൂ. അവർ കിടന്നിരുന്ന മുറിയിലേക്ക് ജനവാതിൽക്കൽ നിന്ന് എനിക്ക് കാണാമായിരുന്നു. അവർ രാത്രി ഞങ്ങളുടെ അമ്മയുടെ രണ്ട് വശത്തും കിടന്ന് കഥകൾ കേൾക്കുന്നത് ഒരു പതിവാക്കിയിരുന്നു. ഞാനും എൻ്റെ ജ്യേഷ്ഠനും എത്രയോ തവണ അമ്മയുടെ കഥകൾ കേട്ടുകൊണ്ട് ഉറങ്ങിയിരിക്കുന്നു. ആ കാലങ്ങൾ എനിക്ക് വീണ്ടും ഓർമ്മ വന്നു. ആ ഇടയ്ക്കാണെന്ന് തോന്നുന്നു ഞങ്ങൾക്കും അതിഥികളെത്തിയത്. പ്രൊഫസർ ശങ്കരൻ നമ്പ്യാരുടെ മകൾ സരള എന്ന സരളേച്ചിയും ഭർത്താവായ കൊച്ചി തമ്പുരാനും മകൻ മോഹനനും ഞങ്ങളുടെ വീട്ടിൽ വന്നെത്തി. തമ്പുരാന് വീട് കിട്ടുന്നതുവരെ ഞങ്ങളുടെ കൂടെ താമസിക്കാമെന്ന് അച്ഛൻ അവരോട് പറഞ്ഞു. ഞാൻ ആദ്യമായി കാണുകയായിരുന്നു സരളേച്ചിയെപ്പോലുള്ള ഒരു പരിഷ്കൃത മലയാളി വനിതയെ. പുനയൂർക്കുളത്തുള്ള സ്ത്രീകൾ, അവർ ധനികകളായാലും ശരി ദരിദ്രകളായാലും ശരി, തങ്ങളുടെ കൈവിരലുകൾ വൃത്തിയാക്കാൻ മെനക്കെട്ടിരുന്നില്ല. നഖത്തിനടിയിൽ ചെളിയും തലയിൽ പേനും അവർക്കിടയിൽ സാധാരണമായിരുന്നു. സരളേച്ചി സുന്ദരിയും പരിഷ്കൃതയുമായിരുന്നു. ധാരാളം നേരം പോക്ക് പറഞ്ഞു ചിരിപ്പിക്കുവാനും ഔത്സുക്യം അവർ പ്രദർശിപ്പിച്ചു. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ പാശിമണികൾ കൊണ്ട് നിർമ്മിച്ച ഒരു മാലയും അവർ ധരിച്ചിരുന്നു. അവർ സദാസമയവും മൂളിപ്പാട്ട് പാടിക്കൊണ്ടിരുന്നു. മുകളിലെ മുറികളിലേക്ക് അവർ സംഗീതം കൊണ്ടുവന്നു. എൻ്റെ അച്ഛനും അമ്മയും അധിക നേരം കുട്ടികളോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാവണം സരളേച്ചി എന്നോട് സ്കൂളിലെ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞാൻ അത്രയധികം ആഹ്ലാദിച്ചത്. അനുകരിക്കുവാനുതകുന്ന ഒരു മാതൃകയെ തേടുകയായിരുന്നു ഞാൻ. സരളേച്ചിയിൽ ആ മാതൃകയെ ഞാൻ കണ്ടെത്തി. ഞാൻ എന്നെങ്കിലും സരളേച്ചിയെപ്പോലെ സുന്ദരിയാവോ? ഞാൻ കല്ലുവിനോട് ചോദിച്ചു. ഇല്ല, അവൾ പറഞ്ഞു. അതെന്താ അങ്ങനെ? കുട്ടിക്ക് ജന്മ നിറം കിട്ടില്ല. നിറയില്ലെങ്കിലും സുന്ദരിയാവില്ലേ? ഇല്ല കുട്ടിയെ, കുട്ടിക്ക് ശ്രീത്തുണ്ടാവും, പക്ഷേ സരളമ്മയെ പോലെ സുന്ദരിയാവില്ല. അത് മോഹിച്ചിട്ട് കാര്യമില്ല. എനിക്ക് അങ്ങനെ മോഹമില്ല. മോഹമില്ലെങ്കിൽ എന്താ ചോദിച്ചേ? വെറുതെ ചോദിച്ചതാ. കല്ലു ഉറക്കെ പൊട്ടിച്ചിരിച്ചു. അവൾ എന്നെപ്പറ്റി പലതും തൻ്റെ ഭർത്താവായ പാചകക്കാരനോട് പറഞ്ഞു ചിരിക്കാറുണ്ടായിരുന്നു. അവൾ എൻ്റെ അനുജത്തിയുടെ പരിചാരിക മാത്രമായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊരു വേലക്കാരിയും ഉണ്ടായിരുന്നില്ല. നിലം തൂത്തുവാരുന്ന ത്രിപുര രാത്രിയിൽ എനിക്ക് തുണയായി എൻ്റെ കട്ടിലിനു കീഴിൽ പായ് വിരിച്ച് കിടക്കാറുണ്ടായിരുന്നു. അവർ പല കഥകളും എനിക്ക് പറഞ്ഞു തന്നിരുന്നു. ആകപ്പാടെ ഓർമ്മയിൽ അവശേഷിക്കുന്നത് കുരങ്ങിൻ്റെ കഥയാണ്. കുരങ്ങിൻ്റെ ഉടമസ്ഥ ഒരു സെമീന്ദാരിണിയായിരുന്നു, ഒരു പ്രഭി. അവർക്ക് ആഭരണങ്ങൾ ഇഷ്ടമായിരുന്നു. രത്നങ്ങൾ പതിച്ച ആഭരണങ്ങൾ അവർ ഓരോന്നായി എടുത്ത് അണിയുന്നത് നോക്കിക്കണ്ട കുരങ്ങിന് അസൂയ അനുഭവപ്പെട്ടു. അവൻ ഓരോ ആഭരണവും പതുക്കെ പതുക്കെ മോഷ്ടിച്ചെടുത്ത് തൊഴുത്തിൻ്റെ പിന്നിൽ നിക്ഷേപിച്ചു. അത് കാഴ്ചയിൽപ്പെടാതിരിക്കാനായി അതിൻ്റെ മേൽ മലവിസർജനം ചെയ്തു. ആഭരണങ്ങൾ കണ്ടുപിടിക്കുവാൻ പ്രഭയ്ക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ മഴക്കാലം വന്നു. മഴ പെയ്തപ്പോൾ മല ഒലിച്ചുപോയി. ആഭരണങ്ങൾ വെളിയിൽ വന്നു. കുരങ്ങിൻ്റെ വികൃതി മനസ്സിലാക്കിയ പ്രഭി അവനെ പിടിച്ചൊരു കുറവന് 2 രൂപയ്ക്ക് വിറ്റു. ഈ കഥയ്ക്കെന്നല്ല, ത്രിപുരയുടെ കഥകൾക്കെല്ലാം തന്നെ ഒരു ഗുണപാഠമുണ്ടായിരുന്നു. ഈ കഥ കേട്ടു കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനമെടുത്തു. ഞാൻ ഒരിക്കലും ഒരു കുരങ്ങനെ
വീട്ടിൽ വളർത്തുകയില്ലെന്ന്. എൻ്റെ 11ാം പിറന്നാൾ കഴിഞ്ഞിട്ട് അധിക കാലം കഴിയുന്നതിനു മുമ്പ് ഞാൻ വേനലിൻ്റെ ഒഴിവിന് വീണ്ടും നാലപ്പാട്ട് വീട്ടിലെത്തി. അമ്മമ്മ തൻ്റെ കണ്ണുകളാൽ ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇനിയത്തെ തിങ്കളാഴ്ച ഞാൻ കമലയെ 1.5 ഉടുപ്പിക്കാൻ പഠിപ്പിക്കാം. ആ തീരുമാനം കേട്ട് ഞാനും സന്തോഷിച്ചു. കഴിയുന്നതും വേഗം ബാല്യദശ അവസാനിപ്പിച്ച് ഒരു യുവതിയായി മാറുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പിറ്റേ ദിവസം തന്നെ അമ്മമ്മ വീതി കുറഞ്ഞ മല്ല് വാങ്ങി 5 മുഴം നീളത്തിൽ മുറിച്ച് 4 1.5കൾ ഉണ്ടാക്കി. തയ്യൽക്കാരൻ കുമാരൻ വാക്കുകൾ തിരച്ചു. ലക്ഷ്മിക്കുട്ടി കോടി അലക്കി വെളുപ്പിച്ചു. എൻ്റെ സ്നേഹിതയായ അമ്പാഴത്തേൽ മാലതിക്കുട്ടിയും ഉടുക്കുവാൻ പഠിക്കാനായി തിങ്കളാഴ്ച രാവിലെ കുളി കഴിഞ്ഞ് നാലപ്പാട്ടെ തെക്കിനിയിലെത്തി. അമ്മമ്മ എനിക്കായി റോസ് നിറത്തിലുള്ള ജാക്കറ്റും പുളിയിലക്കര മുണ്ടും മരപ്പെട്ടിയിൽ നിന്നെടുത്തു. വേലക്കാർ നോക്കിക്കാണാതിരിക്കാനായി അമ്മമ്മ ഞങ്ങളെ തെക്കേ അറയിലേക്ക് കൊണ്ടുപോയി. മുണ്ടു കെട്ടാനും ഞൊറിയാനും പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും മാലതിക്കുട്ടിയും അന്യോന്യം സഹായിച്ചു തറ്റുടുത്തു. എല്ലാവരും 1.5 ഉടുക്കുവോ? ഞാൻ ചോദിച്ചു. നായരായി ജനിച്ചാൽ 1.5 ഉടുക്കും. 1/2 ഒതുങ്ങാനാണ്. 1.5 ഉടുത്തില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. 1.5 ഉടുക്കാത്തവരെങ്കിലും ഭംഗിയുള്ളവരായ കൽക്കത്തക്കാരികളെ ഞാൻ ഓർത്തു. പക്ഷേ അമ്മമ്മയോട് തർക്കിക്കുവാൻ ഞാൻ ഒരുമ്പെട്ടില്ല. സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും വയ്യ, ഞാൻ പറഞ്ഞു. ഫ്രോക്കിൻ്റെ അടിയിൽ കൂടി കണ്ടാലോ എല്ലാ കുട്ടികളും കൂടി എന്നെ കളിയാക്കും. 1.5 ഉടുത്തില്ലെങ്കിലാണ് കളിയാക്കുക. ഒന്നിനും മാത്രം പോന്ന പെൺകുട്ടികൾ ഉടുക്കാതെ നടക്കുമ്പോഴാണ് ആളുകൾ പരിഹസിക്കുക, അമ്മമ്മ പറഞ്ഞു. ഒഴിവുകാലം അവസാനിക്കുന്നതുവരെ ഞാൻ 1.5 മുണ്ടും ധരിച്ചു. നാലപ്പാട്ടെ വീട്ടിലും പറമ്പിലും മുറ്റത്തും നടന്നു. സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് അമ്മമ്മയെ പോലെ കൗമാരദശയിൽ തന്നെ വിവാഹ ജീവിതം തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് നാലപ്പാട്ട് വീട്ടിൽ തന്നെ ജീവിക്കാനായിരുന്നു താല്പര്യം. എണ്ണ തേച്ച് കുളിക്കാനും കുളത്തിൽ നീന്താനും ഉച്ചയ്ക്ക് മുകളിലെ വടക്കേ മുറിയിൽ കിടന്ന് ഉറങ്ങുവാനും ഞാൻ ആഗ്രഹിച്ചു. നാലപ്പാട്ട് താമസിക്കുന്ന കാലത്ത് കൽക്കത്തയെ ഒരു പഴയ സ്വപ്നം പോലെ മെല്ലെ മാഞ്ഞുകൊണ്ടിരുന്നു. കൽക്കത്തയല്ല യാഥാർത്ഥ്യം, നാലപ്പാട്ട് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു. പറയുടെ ചെണ്ടകൊട്ടും വെളിച്ചപ്പാടിൻ്റെ ഗർജനവും പറയൻ കാളിയുടെ പാട്ടും എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളായി. കൽക്കത്തയിൽ വളർന്നിരുന്ന കമല ഇംഗ്ലീഷും ബംഗാളിയും സംസാരിച്ചിരുന്നവൾ സ്വപ്നത്തിൽ മാത്രം ജീവിക്കുന്നവളായി മാറി. പറഞ്ഞുകേട്ട കഥകളിലെ കഥാനായിക, പേശാമടന്ത പോലെ ഒരു പെൺകിടാവ്. പിന്നീട് കൽക്കത്തയ്ക്ക് തന്നെ മടങ്ങേണ്ടി വന്നപ്പോൾ തീവണ്ടിയിലിരുന്ന് ഞാൻ കരച്ചിലൊതുക്കി. അന്നൊക്കെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ 4 പേർക്ക് മാത്രമേ സീറ്റുണ്ടായിരുന്നുള്ളൂ. അച്ഛനും അമ്മയും ഞാനും ജ്യേഷ്ഠനും അനുജനും അനുജത്തിയും എല്ലാവരും കൂടി യാത്ര ചെയ്യുമ്പോൾ നിലത്ത് വിരിച്ച് അതിൽ കിടക്കുവാൻ അച്ഛൻ എന്നോട് കൽപ്പിക്കും. തീവണ്ടി വല്ലാതെ കുലുങ്ങുമ്പോൾ എൻ്റെ ശിരസിൻ്റെ പിൻവശം നിലത്ത് തട്ടി ഞാൻ കഠിനമായ വേദന അനുഭവിച്ചു കൊണ്ടിരുന്നു. ഒരിക്കൽ ഞാൻ എഴുന്നേറ്റു. ജനലിൻ്റെ പിന്നിൽ ഇരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കി. അതിരാവിലെ ഏതോ സ്റ്റേഷനിൽ വണ്ടി നിന്നപ്പോൾ ഒരു ഭ്രാന്തി എൻ്റെ നേർക്ക് കൈകൾ നീട്ടിക്കൊണ്ട് ഓടിയെത്തി. അവളുടെ പല്ലുകളുടെ വക്കുകൾ പൊട്ടിയിരുന്നു. ആ വിരൂപമായ ചിരി പിന്നീട് സ്വപ്നങ്ങളിലും കണ്ട് ഞാൻ എത്രയോ തവണ ഞെട്ടിയുണർന്നു കരഞ്ഞിട്ടുണ്ട്. മേരി ബേട്ടി എന്നാണ് ഭ്രാന്തി എന്നെ വിളിച്ചത്. ആ വിളിയും എന്നെ ഭയവിഹ്വലമാക്കി. ആലോചിക്കാതെ എന്തെങ്കിലും പറഞ്ഞാലുടനെ കമലയ്ക്ക് ഭ്രാന്താണ് എന്ന് അമ്മമ്മ പറയാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞാൻ അന്നു കണ്ട ഭ്രാന്തിയുടെ മകളായിരുന്നുവോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സംശയിച്ചു. അച്ഛൻ്റെ കമ്പനിയിൽ ഒരു പ്യൂണായിരുന്ന കുഞ്ഞാത്തു ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ലാൻസ്ഡൗൺ റോഡിൽ 18ാം നമ്പർ വീട്ടിൽ 6 കിടപ്പുമുറികളും ഒരു സൽക്കാരമുറിയും ഒരു ഭക്ഷണമുറിയും ഉണ്ടായിരുന്നു. എങ്കിലും അടുക്കള കെട്ടിടത്തിൽ കരിമുറിയുടെ പിന്നിലുള്ള ചായ്പിലാണ് 64കാരനായ കുഞ്ഞാത്തു ജീവിച്ചിരുന്നത്. അദ്ദേഹം തൻ്റെ സുന്ദരിയായ മകളെപ്പറ്റി പലപ്പോഴും എന്നോട് സംസാരിച്ചു. കുട്ടിയെക്കാളും 2 വയസ്സിൻ്റെ മൂപ്പാണ് ചെറുച്ചിക്ക്. കുട്ടിയെക്കാളും നിറണ്ടിട്ടോ, തുട്ടുത്തിരിക്കും തക്കാളി പോലെ. ചെറുച്ചി സ്കൂളിൽ പോണില്ലേ? കൂഴി മാടിയാണ് ഓൾക്ക്.
പച്ചീർക്കില കൊണ്ട് 2 അടി കൊടുക്കുമ്പോൾ സ്ലേറ്റ് എടുത്ത് കോട്ടപ്പടി സ്കൂളിൽ പോവും. വേലക്കാരുടെ കക്കൂസിൽ ഒരിക്കൽ ഒരുത്തി തൂങ്ങി മരിച്ചുവെന്ന് ത്രിപുര പറഞ്ഞ് ഞങ്ങളെല്ലാവരും അറിഞ്ഞു. രാത്രിയിൽ മൂത്രമൊഴിക്കുവാൻ അവിടെ പോവാൻ കുഞ്ഞാത്തുവിന് ഭയമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കരിമുറിയിൽ മൂത്രമൊഴിച്ച് അവിടെ മുഴുവൻ ദുർഗന്ധമുള്ളതാക്കി തീർത്തു. വേലക്കാരിയും വെപ്പുകാരനും ആ മൂത്രഗന്ധത്തെപ്പറ്റി പിറുപിറുത്തപ്പോൾ കുഞ്ഞാത്തു പറഞ്ഞു, ഇവിടെ ഒരു പൂച്ച വരാറുണ്ട് വെളുത്തിട്ട്, ഒരു കോക്കാമ്പൂച്ച, മൊയാവും ഒന്ന് കേട്ടിട്ട് ഞാൻ ഉണരാറുണ്ട്. അതിൻ്റെ പണിയാ അവിടെ മൂത്രം മുത്തണ്. പൂച്ച മൂത്രം മുത്തിയ ഇന്ന പറഞ്ഞിട്ടെന്താ കാര്യോ? വെപ്പുകാരനും വേലക്കാരിയും വിവാഹം കഴിക്കുന്നത് വരെ കരിമുറിയുടെ മീതെയുള്ള മുറിയിലായിരുന്നു കുഞ്ഞാത്തു കിടന്നിരുന്നത്. ഞാൻ കല്ലുവിനെ സ്നേഹിക്കുന്നു എന്നൊരു സന്ദേശം വെപ്പുകാരൻ കടലാസിലെഴുതി അമ്മയുടെ നേർക്കു നീട്ടി. അമ്മ കല്ലുവിനെ വിളിച്ച് അവളുടെ അഭിപ്രായം ആരാഞ്ഞു. അവൾക്കും സ്നേഹം തന്നെ. അങ്ങനെയാണ് സമയം വൈകിക്കാതെ അമ്മ അവരെ പൂജാമുറിയിൽ വെച്ച് കല്യാണം കഴിപ്പിച്ചത്. അവർക്ക് കിടക്കാനായി തൻ്റെ കിടപ്പറ ഒഴിച്ചു കൊടുക്കാൻ അമ്മ കുഞ്ഞാത്തുവിനോട് പറഞ്ഞു. കുരുത്തല്ലാത്തോളുടെ ഒരു കല്യാണം. ഇവിടത്തെ ബാലാമണിയമ്മ അല്ലാണ്ട് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ 2 എണ്ണത്തിനെയും പിടിച്ച് പടിക്ക് പുറത്താക്കി വാതിലടയ്ക്കുമായിരുന്നു. വൃദ്ധൻ തൻ്റെ വെട്ടിയും അയക്കോലും കാക്കി മുറിക്കാലുറകളും താങ്ങി കോണിപ്പടികൾ ഇറങ്ങുമ്പോൾ പിറുപിറുത്തു. ഞാൻ എത്ര പറഞ്ഞുണ്ടോ ബാലാമണി അമ്മയോട്, ആ നാട്ടിന്ന് പെണ്ണുങ്ങളെ കൊണ്ടുവരണ്ടെന്ന്. ഇക്ക് പറ്റിയൊക്കെ അറിയാം. ഒക്കെ ധൂളിയോളാ. ധൂളികള് വീട്ടിൽ കയറ്റാൻ പറ്റൂല. അനുജത്തിയെ പരിചരിച്ചിരുന്ന കല്ലു എന്ന യുവതി തൻ്റെ ഭർത്താവുമായി സല്ലപിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കല്ല് ധൂളിയാണോ? ഇതാരേ പറഞ്ഞത്? ആ തന്തേയിരിക്കും, അല്ലാണ്ട് ആരും എന്നെപ്പറ്റി ദൂഷ്യം പറയില്ല. സത്യം പറയ്, കുട്ടിയോട് ആരെ ഈ വാക്ക് പറഞ്ഞു തന്ന്? ഞാൻ കുഞ്ഞാത്തുവിൻ്റെ പേര് പറയാൻ കൂട്ടാക്കിയില്ല. കുഞ്ഞാത്തു എനിക്ക് പഴയ കഥകൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. ഞാൻ കോഴിക്കോട്ട് ARP എന്ന സൈന്യ സംഘത്തിൽ ജോലിയെടുത്തിരുന്നുവെന്നും പിന്നീട് ഓബ്രി മേനോൻ്റെ അച്ഛനമ്മമാരുടെ വീട്ടിൽ ബട്ട്ലറായിരുന്നുവെന്നും ഒരിക്കൽ മദാമ കൈതച്ചക്കയ്ക്ക് പേരന്വേഷിച്ചപ്പോൾ മാഡം ദാറ്റ് ഈസ് ആഷ് ഫ്രൂട്ട് എന്ന് താൻ പ്രസ്താവിച്ചുവെന്നും മറ്റും ആ വൃദ്ധൻ എന്നോട് പറഞ്ഞു തന്നു. ഒരു ദിവസം അച്ഛൻ്റെ അനുജൻ അപ്പുവേട്ടൻ ഞങ്ങൾ കുട്ടികളെയും കുഞ്ഞാത്തുവിനെയും ബന്ധൻ എന്നു പേരുള്ള ഒരു ഹിന്ദി ചലച്ചിത്രം കാണാൻ കൊണ്ടുപോയി. തൻ്റെ ടിക്കറ്റിന് 6 അണ ചെലവായി എന്ന് അറിഞ്ഞ കുഞ്ഞാത്തു മടക്കത്തിൽ അതും പറഞ്ഞ് നെഞ്ചത്തടിച്ചുകൊണ്ടിരുന്നു. ആ തുകയ്ക്ക് 72 വീടി വാങ്ങായിരുന്നു എന്ന് കുഞ്ഞാത്തു പറഞ്ഞു. 6 ചായയുടെ കാശായി. ചായ മാത്രമല്ല, ഒരാപ്പു ചായ, ഒരു ഉണ്ട റൊട്ടിയും. ബാലൻ നായരെ, ഇനി നിങ്ങൾ ഇന്ന സിനിമ കാണിക്കാൻ വലിച്ചു കൊണ്ടുവരരുത് കേട്ടോ. പകരം അതിൻ്റെ കാശ് തന്നാൽ മതി. കുഞ്ഞാത്തുവിനെ പോലെ ഒരു അരസികനെ താൻ അതുവരെ കണ്ടിരുന്നില്ലെന്ന് അപ്പുവേട്ടൻ ഞങ്ങളോട് പറഞ്ഞു. ഒരു കലാരസികനാന്ന് വിചാരിച്ചു ഞാൻ.